ഇടങ്ങളിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു, 39 ഇടങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് ഒരിടത്തും ലീഡ് ചെയ്യുന്നില്ല, മറ്റുള്ളവർക്കും സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നില്ല. പ്രിയങ്ക പറയുന്നത് ഇപ്പോൾ പറഞ്ഞാൽ നേരത്തെയുള്ള പ്രതികരണമായി പോകുമെന്നുള്ളതാണ്. ചിത്രം മുഴുവനായിട്ട് വരട്ടെ എന്നാണ്. പിക്ചർ അഭിബി ബാക്കി ഹേ എന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ച പാർട്ടികളാണ് ആപ്പും കോൺഗ്രസും. അത് പക്ഷേ രണ്ട് പാർട്ടികളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത് വേണ്ട, കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 30% വോട്ടിംഗ് പെർസെന്റേജ് ആണ് ലോക്സഭയിൽ BJPയും ആം ആദ്മി സഖ്യവും തമ്മിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സഖ്യം വർക്ക് ചെയ്തില്ല എന്ന കൃത്യമായ കണക്കുകൂട്ടലായിരുന്നു. BJPക്ക് എന്തായാലും ഇത് കഴിഞ്ഞ 30 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വോട്ട് ഷെയറിലേക്ക് 100%, 31-39 എന്നുള്ള കാര്യം. കോൺഗ്രസിൽ അടിസ്ഥാനപ്പെട്ട വോട്ടർമാർ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല. അവിടുത്തെ ഹാർഡ് കോർ കോൺഗ്രസ് വോട്ടേഴ്സ് അത് 5%, 4% ആയിരിക്കാം. അവരൊരിക്കലും ആം ആദ്മി പാർട്ടി അവിടെ ഇല്ലാതാക്കി അവരാണ് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ആം ആദ്മി പാർട്ടി ഏറ്റവും കൂടുതൽ വേട്ടയാടിയതും കോൺഗ്രസ്സുകാരെയാണ്. അത് ആം ആദ്മി പാർട്ടിയോടുള്ള വിരോധമായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പരസ്പരം കൊണ്ടു നടക്കുന്നു എന്നുള്ളതും വസ്തുതയാണ്. 31-39 എന്നതാണ് കണക്ക്. ഇതാ നോക്കൂ, ആം ആദ്മി പാർട്ടി കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് കേവലം 5 സീറ്റ് അകലെയാണ്. BJP കേവല ഭൂരിപക്ഷത്തിൽ നിന്നും 3 സീറ്റ് കൂടുതലാണ് എന്നതാണ്. അതായത് മത്സരം ഇനിയും അവസാനിച്ചിട്ടില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എഴുന്നേറ്റ് പോകാൻ വരട്ടെ. ഗാലറിയിൽ കളി കണ്ടുകൊണ്ടിരിക്കുന്നവർ അവിടെ തന്നെ ഇരിപ്പുറപ്പിക്കുക. മത്സരത്തിലൊരു അവിശ്വസനീയമായ തിരിച്ചുവരവിന് സാധ്യതയുണ്ട് എന്ന് നമ്മൾ കരുതുന്നു. 31-39 എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 31-39 6 സീറ്റുകളിൽ 1000-ൽ താഴെ ലീഡ് മത്സരം നടക്കുന്ന ഒരു സൂപ്പർ ഓവർ. ന്യൂഡൽഹി അടക്കം 6 സീറ്റുകൾ. ടെസ്റ്റ് മത്സരം വീണ്ടും ഏകദിന മത്സരത്തിലേക്കും 2020 മത്സരത്തിലേക്കും മാറുന്നത് പോലെയാണ് ദില്ലിയിൽ ഇപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ദില്ലി ഓഫീസിൽ BJPയുടെ ആഹ്ലാദ പ്രകടനം കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറയണോ സുജയ? അവര് ബാൻഡ് മേളമൊക്കെ നടത്തുന്നുണ്ട്. ഈ ചാട്ടമൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ബാൻഡ് കൂട്ടിക്കോ. 28-42 എന്നതിലേക്ക് BJP ലീഡ് നില കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും BJP കേന്ദ്രങ്ങളിൽ വലിയ ആഹ്ലാദം പകരുന്ന ഒരു കണക്കാണിത്. 28 ഇടങ്ങളിലേക്ക് ആം ആദ്മി പാർട്ടി ചുരുങ്ങുന്നു, 42 ഇടങ്ങളിലേക്ക് BJP പടരുന്ന കാഴ്ചയാണ്. ഇന്ദ്രപ്രസ്ഥത്തെ മുഴുവൻ യഥാർത്ഥത്തിൽ കാവിയിൽ മുക്കിക്കൊണ്ട് BJPയുടെ തേരോട്ടം. താമര ഇന്ദ്രപ്രസ്ഥത്തിൽ കൂടുതൽ വിരിയുന്നു. താമരപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയാണ് ഡൽഹിയിലെ വോട്ടർമാർ. BJPക്കും നരേന്ദ്രമോദിക്കും. നരേന്ദ്രമോദിയായിരുന്നു മുഖം, നരേന്ദ്രമോദിയായിരുന്നു ആവേശം. വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥി മുന്നിൽ 11,000 വോട്ടുകൾ. നിലവിൽ 28 ഇടങ്ങളിലേക്ക് ഹിന്ദു വോട്ട് കൺസോളിഡേഷൻ നടന്നു. കാംകി രാജ്നീതി എന്നുള്ളത് ഫലം കണ്ടില്ല. യഥാർത്ഥത്തിൽ അവിടെ പ്രചരണം ശക്തമായി തന്നെ കണ്ടു. BJP ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ള പ്രമേയം ജനങ്ങൾ മുഖവിലേക്ക് എടുത്തു. അവിടെ 2,200 രൂപ കൊടുത്തിട്ടും 2,500 എന്ന വാഗ്ദാനങ്ങളിലേക്ക് വോട്ടർമാർ മാറിയുന്നു. BJPക്ക് ഡെലിവറി ചെയ്യാൻ കഴിയും എന്ന് അവിടുത്തെ വോട്ടർമാർ വിശ്വസിക്കുന്നു. ആം ആദ്മി പാർട്ടിയെ മാറ്റി BJP വന്നു കഴിഞ്ഞാൽ ഇതുവരെ കിട്ടിയിരുന്ന സൗജന്യങ്ങൾ ഇല്ലാതാകുമോ എന്നുള്ളതായിരുന്നു ജനങ്ങളുടെ ആശങ്ക. ആ ആശങ്ക വേണ്ട, ആ സൗജന്യങ്ങൾ നിലനിർത്തും എന്നുള്ള BJPയുടെ ഉറപ്പ് വിശ്വസിച്ചിരിക്കുന്നു. വോട്ട് പെർസെന്റേജ് ആം ആദ്മി പാർട്ടി 42.87, BJP 48.11. കേവലം 5% കോൺഗ്രസിന് 6.74, 1.7. അതാണ് പറഞ്ഞത്. പ്രതികരിക്കാൻ സമയമായിട്ടില്ല. വോട്ട് ഷെയർ കൂട്ടുന്നുണ്ടോ? ചെറിയ വർധനമാണ്, ചെറുതാണെങ്കിലും അവരെ സംബന്ധിച്ച് പ്രധാനമാണ്.